തലശ്ശേരി പ്രസ് ഫോറത്തിന്റെയും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 10 കുട്ടികൾ 1ാം ക്ലാസ് ചേർന്നാൽ ഒരു കുട്ടി മാത്രമാണ് SSLC-ക്ക് എത്തുന്നുള്ളൂ. 9 പേരും പല വഴിക്ക് ഒഴിഞ്ഞു പോവുകയാണ്, പാതി വഴിക്ക് ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു പോയവർക്കെല്ലാം വിദ്യാഭ്യാസം ആർജിക്കാൻ വേണ്ടി ലൈബ്രറികളും വായനശാലകളും അത് നിർബന്ധമാണ്. ഇന്ന് അത്തരമൊരു കാലമല്ല. ഇന്ന് 1ാം ക്ലാസ്സിൽ കുട്ടി അഡ്മിഷൻ എടുത്താൽ അയാൾ വിദ്യാഭ്യാസം ഇന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ എത്തുന്നതിന് ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് വായനയുടെ കാര്യത്തിൽ അന്നത്തെ ലൈബ്രറി പ്രവർത്തനമല്ല ഇനി വരാൻ പോകുന്ന ലൈബ്രറി പ്രവർത്തനം. അതുകൊണ്ട് കാലാനുസൃതമായ മാറ്റം നമ്മൾ നടപ്പാക്കുമ്പോൾ വായനയും നമ്മളോടൊപ്പം സഞ്ചരിക്കും. ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, വായിക്കുക എന്ന് പറഞ്ഞ ലഹരിയാണ്. വായന കൊണ്ട് പുതിയ ലോകം ഉണ്ടാക്കാൻ കഴിയും. വായന ആകെ മാറ്റിമറിക്കാൻ പറ്റും. ഒരു വ്യക്തിത്വത്തിന്റെ മാറ്റത്തിന് വേണ്ടി വായന വലിയ പങ്ക് വഹിക്കും. തീർച്ചയായും ശരിയാണ്. വായന ഒരു ലഹരിയാണ്. വായന തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റം ഉണ്ടാവും എന്നതൊരു ശരിയായ അഭിപ്രായമാണ്. വായിക്കേണ്ട നിർബന്ധമാണ്. വായന മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാംസ്കാരിക, നമ്മുടെ വ്യക്തിയെ സംസ്കരിക്കുന്നതിന് വേണ്ടി, വ്യക്തിയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വായന നിർബന്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വായന വീണ്ടും തുടരാൻ വേണ്ടി എല്ലാ ഇടപെടലുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും ലൈബ്രറികളും സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനം എല്ലാം വായിച്ചിരിക്കാൻ വേണ്ടി നിർബന്ധിക്കുക. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. വായിച്ചാൽ നല്ല സുഖമായി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലഹരിയായി മാറിയാൽ നമ്മൾ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവും. ഓരോ പുസ്തകം വായിച്ച് തീരുമ്പോഴും നമ്മുടെ ലെവല് മാറിക്കൊണ്ടിരിക്കും. ഓരോ പുസ്തകവും നമുക്ക് നൽകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ നോക്കിക്കാണുമ്പോൾ നമുക്ക് ആ അനുഭവത്തിൽ നിന്ന് വളരെ നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് വായിക്കാൻ നല്ല നല്ല കൂടുതൽ പുസ്തകങ്ങളുണ്ട്. എഴുത്തുകാർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വായന ശക്തിപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ 4000 പുസ്തകമുണ്ട് ഈ ലൈബ്രറിയിൽ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പുസ്തകം വാങ്ങാം, വായിക്കാം, തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന കുട്ടികൾ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുകയും, മെമ്പർഷിപ്പിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക, പുസ്തകം വാങ്ങുക, നിങ്ങളുടെ വീട്ടിലുള്ളവർ വായിക്കുക. അതിന് ഒരു അവസരം ഇവിടെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എഴുത്തുകാരി മേഘ്ന, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, ദീപിക റെസിഡൻസ് മാനേജർ ഫാദർ വിപിൻ വെമ്മേനിക്കട്ടയിൽ, ഫാദർ എഡ്വിൻ കോയിപ്പുറം, പി ദിനേശൻ, എൻ സിറാജുദ്ദീൻ, അനീഷ് പാതിരിയാട്, ലിൻസി പി സാം എന്നിവർ സംസാരിച്ചു. വായനാക്കുറിപ്പ് മത്സരത്തിൽ വിജയികളായ അന്വയ രാജേന്ദ്രൻ, ഷാൻവിയ രാജേന്ദ്രൻ, ശിവപ്രിയ എന്നിവർക്ക് നഗരസഭാ ചെയർമാൻ സമ്മാനങ്ങൾ കൈമാറി. എഴുത്തുകാരി മേഘ്നയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു.